ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു ഇഫ്താർ സ്നാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു പഴം മാത്രമാണ് എടുത്തിട്ടുള്ളൂ. ഞാനിവിടെ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ, അതുകൊണ്ട് ഒരു പഴം മാത്രമാണ് എടുത്തിട്ടുള്ളൂ. അത് പുഴുങ്ങിയെടുത്തിട്ടുള്ള പഴമാണ് കേട്ടോ. അപ്പോൾ ഈ പഴം പുഴുങ്ങിയെടുത്തത് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പാൻ ഒന്ന് ചൂടാക്കാം. അതിലേക്കൊരു 1/4 കപ്പ് അവിൽ, ഇത് വെളുത്ത അവിലല്ല കേട്ടോ, ആ ബ്രൗൺ കളറിലുള്ള അവിലാണ്, അതിട്ടിട്ടൊന്ന് ചൂടാക്കണം. പിന്നെ കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇത് രണ്ടും കൂടിയിട്ടിട്ട് ഓയിലൊന്നും ഒഴിക്കണ്ട, ഓയിലോ നെയ്യൊന്നും ഒഴിക്കണ്ട, ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. ഒരുപാടാണ്ട് വറന്ന് പോകുന്നു വേണ്ട. ഇത് ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഈ പഴത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി, നമുക്കിത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് മധുരത്തിനായിട്ട് ഇട്ട് കൊടുക്കുന്നത് പൊടിച്ച പഞ്ചസാരയാണ്. 2 ടീസ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക. പിന്നെ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കണം എന്നുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല, പഞ്ചസാര മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇതെല്ലാം കൂടി കുഴച്ചിട്ട് നമുക്കൊരു ബോൾസ് ആക്കിയിട്ട് എടുക്കാം. അപ്പോൾ കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ, സിമ്പിളാക്കിയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. പഴത്തിൽ തന്നെ നല്ല മധുരമുള്ള കാരണം കൊണ്ടാണ് ഞാൻ 2 ടീസ്പൂൺ മാത്രം പഞ്ചസാര ഇട്ട് കൊടുത്തത്. ഒരുപാട് മധുരം ആവാണ്ടിരിക്കുന്നത് തന്നെയാണ് കേട്ടോ നല്ലത്. ഇത് പൊരിച്ചെടുക്കാനായിട്ട് നമുക്കൊരു മുട്ട ഒന്ന് ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം. ഫോർക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസ് കൂടി വേണം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പഴത്തിൻ്റെ ബോൾസ് ഈ മുട്ടയിലൊന്ന് മുക്കിയിട്ട് ഈ ബ്രെഡ് ക്രംസിലൊന്ന് ഇട്ടിട്ട് വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുക. ഇത്രയേ ഉള്ളൂ പണി. അപ്പോൾ എളുപ്പത്തിൽ ആർക്ക് വേണമെങ്കിലും റെഡിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും ചിക്കനും ഒക്കെ വെച്ചിട്ട് ആവും സ്നാക്സൊക്കെ റെഡിയാക്കുക. ഒരു സ്പൈസി ആയിട്ടുള്ള ഒരു സ്നാക്ക് ഉണ്ടാകുമ്പോൾ കൂട്ടത്തിൽ ഒരു ചെറിയൊരു മധുരത്തിന് ഇങ്ങനെ ഒരു സ്നാക്കും കൂടി റെഡിയാക്കാം കേട്ടോ. അപ്പോൾ എല്ലാം അത് ഞാൻ ഇതുപോലെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ തീ നന്നായി ആദ്യം കൂട്ടി കൊടുക്കുക, അതിനുശേഷം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഇത് കരിഞ്ഞു പോകാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടി മറക്കല്ലേ. അതുപോലെ ഇതുപോലെയുള്ള സ്നാക്സൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇതാ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ, പുറമേ കുറച്ച് ക്രിസ്പിയും ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്കാണിത്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. റെസിപ്പി. ഇനി നമുക്ക് വേണ്ടത് 2 നന്നായി പഴുത്ത നേന്ത്രപ്പഴം എടുക്കുക. ഇതെല്ലാവർക്കും അറിയാൻ തന്നെയാണ്, നമ്മുടെ നാടൻ പഴംപൊരിയാണ് കേട്ടോ. നമ്മൾ ചായക്കടയിലൊക്കെ കിട്ടുന്ന ആ ഒരു ടേസ്റ്റിലുള്ള പഴംപൊരിയാണ്. അപ്പോൾ നല്ല പഴുത്ത പഴമാവണം, എങ്കിലാണ് പഴംപൊരി ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതേപോലെ ഒന്ന് സ്ലൈസ് ആക്കിയിട്ട് എടുക്കുക. ഒന്ന് ചെരിച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നന്നായി കനം കുറച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് 1 കപ്പ് മൈദ എടുക്കുക. അപ്പോൾ പഴം എത്രയാണ് എടുത്തേക്കണം അതിനനുസരിച്ചിട്ട് മൈദ എടുക്കണം. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര, 1 നുള്ളു ഉപ്പ്, ഒരല്പം മഞ്ഞൾപ്പൊടി. കളർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മഞ്ഞ കളർ ആഡ് ചെയ്ത് കൊടുക്കുക, നല്ലൊരു കളർ കിട്ടും. അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. നന്നായി ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം. പിന്നെ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതാണ് തലേദിവസമൊക്കെ ആട്ടി വെച്ചിട്ടുള്ള ദോശമാവ്. അത് ബാക്കിയുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് വേറെ സോഡാപ്പൊടി ഒന്നും ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം വരില്ല. ഇനി കുറേശ്ശായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. നല്ല കട്ടി ഉണ്ടാവരുത്, അതുപോലെ നല്ല ലൂസ് ആവരുത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണ്ടിയിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് നന്നായി മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി ഒന്നുമില്ല, നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം വേണം പഴം ഇതിൽ ബാറ്ററിൽ മുക്കിയിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോൾ നമ്മളതിൽ സോഡാപ്പൊടി ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല, എങ്കിലും ആ ഒരു ദോശമാവിൻ്റെ ബാറ്റർ 1 ടീസ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുള്ള കാരണം കൊണ്ട് തന്നെ നന്നായിട്ട് പഴം പൊങ്ങി വരും. അത്യാവശ്യം മൊരിച്ചിലും ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ദോശമാവിൻ്റെ ബാറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അരിപ്പൊടി ഇതേപോലെ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നല്ല മുരിഞ്ഞിട്ട് വരും. പിന്നെ കുറച്ച് നേരം എന്നിട്ട് മാവ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കും വേണം. അതായത് നമ്മുടെ മൈദയുടെ ബാറ്റർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് 1 അരമണിക്കൂർ വെച്ചതിന് ശേഷം അങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനെല്ലാം പൊരിച്ചെടുത്തതിന് ശേഷം ഇതേപോലെ പേപ്പറിൽ വെച്ചിട്ടുണ്ട്. അത് കൂടുതലായിട്ടുള്ള ഓയിൽ ഉണ്ടെങ്കിൽ അത് വലിച്ചെടുക്കാനായിട്ടാണ് കേട്ടോ. ഞാൻ എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും എണ്ണക്കടികളൊക്കെ ഉണ്ടാക്കുമ്പോൾ പേപ്പറിൽ ഒന്ന് വെച്ച് കൊടുക്കും. അപ്പോൾ കൂടുതലായിട്ടുള്ള ആ എണ്ണയൊക്കെ ഒന്ന് പോയി കിട്ടും കേട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാം പൊരിച്ച് ഇത്
തയ്യാറാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ചെറുപഴമാണ്. ഒരു 4 ചെറുപഴം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരുപാട് പഴുത്ത് പോയിട്ടുള്ള പഴാവരുത്, എന്നാൽ പാകത്തിന് പഴുപ്പായിട്ടുണ്ടാവണം. അതെടുക്കാം. പിന്നെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെക്കുക. അതിലേക്ക് 1/2 കപ്പ് ശർക്കര ചീവി എടുത്തതാണ് കേട്ടോ ഇത്. അതിട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ പഴം അത് നുറുക്കിയെടുക്കുക. അത് എന്നിട്ട് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഈ പഴവും ശർക്കരയും മാത്രം ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുത്താൽ മതിയാവും കേട്ടോ. നന്നായി തന്നെ അരഞ്ഞു കിട്ടും. ഇപ്പോൾ ഇത് നന്നായി ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. അത് ഇട്ട് കൊടുക്കാം. ഈ പഴത്തിൻ്റെ കൂട്ടിലേക്ക് ഗോതമ്പ് പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കുക. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. കട്ടകളൊന്നും ഇല്ലാണ്ട് വേണം കിട്ടാനായിട്ട്. അപ്പോൾ നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചിരവി എടുത്തിട്ടുള്ള തേങ്ങയാണ്. തേങ്ങ ഒരു 3 ടേബിൾ സ്പൂൺ മതിയാവും, കൂടുതലൊന്നും വേണ്ട. ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങ ചിരവിയത് കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഏലക്ക പൊടിച്ചതാണ്. ഏലക്കയും പഞ്ചസാരയും കൂടി പൊടിച്ചെടുത്താൽ പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഏലക്ക അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറിയിട്ട് നന്നായി അതിൻ്റെ കുരുയൊക്കെ നന്നായി അരിഞ്ഞ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് പഞ്ചസാര കൂടി പൊടിക്കണത്. അപ്പോൾ അത് കൂടി ഇട്ട് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ സോഡാപ്പൊടി അതിട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ അല്ലേ, അതിട്ട് കൊടുക്കുക. ഇനി മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ ഇതിലേക്ക് നെയ്യ് കൂടി ഇട്ട് കൊടുക്കണം. നെയ്യ് 1-2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. നെയ്യില്ലെങ്കിൽ ബട്ടർ ആയാലും മതി, രണ്ടായാലും കുഴപ്പമില്ല. അതിട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ നമുക്കിത് കുഴച്ചെടുക്കാം. കൈ വെച്ചിട്ട് തന്നെ നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഈ പഴത്തിൻ്റെ ഇതിൽ അല്പം വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണെങ്കിൽ നമുക്ക് അല്പം കൂടി ഗോതമ്പ് പൊടി ഇട്ടിട്ട് അതൊന്ന് ടൈറ്റാക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ട് നന്നായി ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരല്പം വെളിച്ചെണ്ണ ആക്കിയിട്ട് ഇത് ചെറിയ ബോൾസ് ആക്കിയിട്ട് കയ്യിൽ വെച്ച് തന്നെ ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് ഈ വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം. ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാനായിട്ട്. തീ നന്നായി കൂട്ടി വെച്ചതിന് ശേഷം പിന്നെ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായി കുറയ്ക്കണം, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ഒരു സൈഡ് ആയതിനു ശേഷം പിന്നെ മറു സൈഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് പൊരിച്ചെടുക്കുക. അപ്പോൾ ഞാൻ കുറേശ്ശെ ഇട്ടിട്ടാണ് കേട്ടോ അത് പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ഒരു ട്രിപ്പ് ഇട്ടതായിട്ടുണ്ട്, 2 സൈഡും ആയി വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതൊക്കെ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്ക് ഇതവിടെ റെഡി ആയിട്ട്. ഇതെല്ലാവർക്കും ഇഷ്ടമാവും, തീർച്ചയായിട്ടും ഇഷ്ടമാവും. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും എന്തായാലും ഇഷ്ടമാവും. ഗോതമ്പ് പൊടിയും ശർക്കരയും പഴവും ഒക്കെ ആണല്ലോ. അപ്പം നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റാണ് ഉള്ളിൽ. കണ്ടില്ല, അത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ല സോഫ്റ്റാണ്. നമുക്ക് ചായ തിളയ്ക്കാൻ വെക്കുന്ന ആ ഒരു ടൈം മതി ഇത് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിനാവശ്യമായിട്ട് ഒരു 2 നേന്ത്രപ്പഴം നന്നായി പഴുത്തതാണ്, അതെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്നിനി നുറുക്കിയെടുക്കണം ചെറുതായിട്ട്. ഇപ്പം ഞാനത് നുറുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്രൈ പാൻ എടുക്കാം നമുക്ക്. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് കൂടുതൽ ആവശ്യം ഇല്ലാത്തവർക്കും ഇതിൻ്റെ അളവ് കുറച്ച് എടുക്കാം കേട്ടോ. ഈ നെയ്യ് നന്നായി മെൽറ്റായി കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് നമുക്ക് നുറുക്കി വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം ഇട്ട് കൊടുക്കാം. ഈ നേന്ത്രപ്പഴം ഇട്ടിട്ട് നന്നായി അതിങ്ങനെ ഉടച്ചെടുക്കണം. ഇതിന് എടുക്കാനായിട്ട് നല്ല അത്യാവശ്യം പഴുത്ത നേന്ത്രപ്പഴം തന്നെ എടുക്കണം കേട്ടോ, എങ്കിലാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ഈ നെയ്യിലിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക. ഈ നേന്ത്രപ്പഴം നന്നായി ഒന്ന് വാടി വരട്ടെ കേട്ടോ. നന്നായി പിന്നെ വാടി വന്നതിന് ശേഷം ഇതൊന്ന് കുത്തി ഇളക്കി കൊടുക്കട്ടെ. ഒന്ന് നന്നായി ഉടഞ്ഞ് കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. അപ്പം നന്നായി അത് ഉടഞ്ഞു കിട്ടും. ഇപ്പം അത് നന്നായി ഒന്ന് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു 4 ഈത്തപ്പഴമാണ്. അതുപോലെ ഒരു 1/2 മുറി തേങ്ങ ചിരവിയതും ഇത് ഇട്ട് കൊടുക്കാം. തേങ്ങ 1/2 മുറി മതിയാവും. ഇത് അതുപോലെ 4 നല്ല ഈത്തപ്പഴം, നല്ല മധുരമുള്ള ഈത്തപ്പഴമാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് നല്ലൊരു മണത്തിന് കുറച്ചൊരു 4-5 ഏലക്കായ, അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് കുരു മാത്രമാണ് എടുത്തിട്ടുള്ളൂ, അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇനി ഇതിലേക്കൊന്ന് ചെറുതായി ഒന്ന് കടിക്കാനൊക്കെ ആയിട്ട് അണ്ടിപ്പരിപ്പാണ്. അതൊന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കരുത്, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഇടിക്കല്ല് വെച്ചിട്ടൊന്ന് കുത്തിയെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം.
എല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക. 3-4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മധുരം കൂടുതൽ ആവശ്യമില്ലാത്തവർക്ക് അതിൻ്റെ അളവ് കുറച്ചെടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ആക്കി കൊടുക്കുക. മധുരമൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല സിമ്പിളായിട്ടുള്ള ഒരു സ്നാക്കാണിത്. നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ്. ഇനി ഇത് ചൂടാറാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് ചൂടാറിയതിന് ശേഷം വേണം നമുക്കിതിലേക്ക് ലാസ്റ്റായിട്ട് ഒരു സാധനം കൂടിയും ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതാ അടുത്തതായിട്ട് ചൂടാറിയപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തേക്കുന്നത് ആട്ടപ്പൊടിയാണ് കേട്ടോ. 1/2 കപ്പ് ആട്ടപ്പൊടിയാണ് എടുത്തേക്കുന്നത്. അതിൽ ഞാൻ അപ്പോൾ ആവശ്യത്തിന് കുറച്ച് മാത്രം ഇട്ടിട്ട് ഒന്ന് കുഴച്ചെടുക്കാണ്. അപ്പോൾ നമ്മളൊരു 1/2 കപ്പ് എടുത്തിട്ട് നമ്മൾ എടുക്കുന്ന പഴത്തിനൊക്കെ അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ ആട്ടപ്പൊടി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഒന്ന് ടൈറ്റായിട്ട് വേണം, തീരെ ലൂസ് ആവാനായിട്ട് പാടില്ല. അങ്ങനെ ഒന്ന് കുഴച്ചെടുക്കും. അപ്പോൾ ഞാനെടുത്ത ആട്ടപ്പൊടിയിൽ പകുതിയോളം ഇരിക്കുന്നുണ്ട്, പകുതി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി അത് കുഴച്ചിട്ട് ഈ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കാം. നമുക്ക് ഷേപ്പും എങ്ങനെ വേണമെങ്കിലും ആക്കിയെടുക്കാം, പക്ഷെ അത് കനം കുറഞ്ഞിട്ടൊന്ന് അങ്ങനെ ആക്കിയെടുക്കണം, അല്ലെങ്കിൽ ഉള്ളു വേവാണ്ടാവും. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാം. എന്നിട്ട് പിന്നെ ഇത് വെളിച്ചെണ്ണയിലിട്ട് ഒന്ന് പൊരിച്ചെടുക്കുക. അത്രയേ ഉള്ളൂ പണി. സ്നാക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാനായിട്ട് പറ്റും. അപ്പോൾ വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയിൽ ഒഴിച്ചിട്ട് നന്നായി തിളച്ചതിന് ശേഷം പിന്നെ ഇത് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഫ്ലെയിം നന്നായി കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ഉള്ളു വേവാണ്ടാവും, പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം പിന്നെ ഇത് ഇട്ട് കൊടുക്കുമ്പോൾ നന്നായി സിമ്മിലാക്കിയിട്ട് വെക്കുക. എന്നിട്ട് 2 ഭാഗം ഒരു ഗോൾഡ് ബ്രൗൺ ആവുന്ന വരെ ഒന്ന് മൊരിയിച്ചെടുക്കുക. നന്നായി ചൂടാറിയതിന് ശേഷം കഴിക്കുമ്പോഴാണ് ഒരു ക്രിസ്പിനെസ്സും കൂടിയാണ് ഇതിന്. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പഴം ഇഷ്ടമില്ലാത്ത കുട്ടികൾ പോലും കഴിക്കും. ഇതായിട്ടുണ്ട്. 2 സൈഡും ആയതിനു ശേഷം ഞാൻ വെളിച്ചെണ്ണയിൽ എടുത്തിട്ടുണ്ട്. ഇങ്ങനെ അല്ലാതെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് പൊരിച്ചെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ഇതാ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ ബാക്കിയുള്ളതും കൂടി ഇട്ട് കൊടുത്തിട്ട് അല്ലാതും പൊരിച്ചെടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 പഴം മാത്രമാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നമ്മൾ പഴം എടുക്കുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ ആട്ടപ്പൊടിയൊക്കെ നമ്മൾ ചേർക്കണത്. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പ് ആട്ടപ്പൊടി മുഴുവനായിട്ട് എടുത്തിട്ടില്ല, നമുക്ക് കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എടുത്തിട്ടുള്ളത് ചെറുപഴമാണ്. നമ്മുടെ സാധാ മൈസൂർ പഴമാണ് എടുത്തിട്ടുള്ളത്. ചെറിയൊരു പഴമായതുകൊണ്ട് ഞാൻ 9 എണ്ണം എടുത്തിട്ടുണ്ട്. അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായി ഒന്ന് കൈ വെച്ച് തന്നെ ഒന്ന് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടോ ഗ്ലാസ് വെച്ചിട്ടോ ഉടച്ചെടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഷുഗർ ഒരു 3-4 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. മധുരത്തിൻ്റെ അളവൊക്കെ നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാവുന്നതാണ്. അപ്പോൾ ഷുഗർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ആ ഷുഗറൊക്കെ ഒന്ന് അലിഞ്ഞ് കിട്ടുന്നവരെ ഒന്ന് മിക്സാക്കി എടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് റവയാണ്. 2 ടേബിൾ സ്പൂൺ, വലിയ ടേബിൾ സ്പൂണിലാണ് എടുത്തേക്കുന്നത്. റവ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സാക്കി കൊടുക്കണം. പിന്നെ അതിനുശേഷം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് മൈദയാണ്. മൈദ ഇട്ടിട്ട് അതേപോലെ 2 ടേബിൾ സ്പൂൺ തന്നെയാണ് മൈദയും എടുത്തേക്കുന്നത്. അതും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് തേങ്ങ ചിരവിയതാണ്. അതും 2 കയ്യിലാണ് എടുത്തേക്കുന്നത്. 2 ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇത്രയേ ഉള്ളൂ മിക്സിങ്, ഇത്രയേ ആവശ്യമുള്ളൂ സാധനങ്ങൾ. ഇനി നമുക്ക് തയ്യാറാക്കാനായിട്ട് നന്നായി ഇപ്പോൾ നല്ലൊരു കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. 1 ടീസ്പൂൺ കൊണ്ട് കോരി ഇടാവുന്ന രൂപത്തിൽ നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണ ചൂടാക്കാനായിട്ട് വെക്കാം. ഈ ടീസ്പൂൺ ഒന്ന് വെളിച്ചെണ്ണയിൽ മുക്കിയെടുത്ത് നമുക്ക് പെട്ടെന്ന് തന്നെ ഈ മാവ് കോരിയിടാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ടീസ്പൂണൊന്ന് വെളിച്ചെണ്ണയിൽ മുക്കിയെടുത്തത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ആ ടീസ്പൂണിൽ മാവ് ഒട്ടി പിടിക്കത്തൊന്നുമില്ല ഇങ്ങനെ ഒന്ന് വെളിച്ചെണ്ണയിൽ മുക്കിയെടുക്കുമ്പോൾ. ഇനി നമുക്ക് ഇത് കോരിയിട്ടിട്ട് ചെറിയ ചെറിയ അളവിലാണ് ഇത് കോരിയിടണ്ടോ. എന്നിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. തീ ആദ്യം തന്നെ ഒന്ന് കൂട്ടി കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഫ്ലെയിം നന്നായി കുറച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കരിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഞാൻ ഉണ്ടാക്കിയെടുത്തു. അതിന് ശേഷം 2ാമത്തെ ട്രിപ്പ് ഇട്ടതാണിത്. അപ്പോൾ ചെറിയ അളവിൽ വേണം ഈ മാവ് വെളിച്ചെണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്, ടീസ്പൂൺ കൊണ്ട് ഇട്ട് കൊടുക്കാനായിട്ട്. എങ്കിലും നല്ല കറക്റ്റായിട്ട് ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടത്തുള്ളൂ. ചെറിയ തീയിലിട്ടിട്ട് എന്നിട്ട് വേവിച്ചെടുക്കാം.
അപ്പുറം ഇപ്പുറം മറിച്ചിട്ടിട്ട് കൊടുക്കണം. പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പറ്റും. അതുപോലെ തീ കൂടി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ ഇതാ അടിപൊളിയായിട്ട് റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, നല്ലൊരു ക്രിസ്പി കൂടിയാണ്. റവ ചേർത്തിട്ടായത് കാരണം കൊണ്ട് നല്ലൊരു ക്രിസ്പാണ്. 2 പഴമാണ് എടുത്തിട്ടുള്ളത്. പഴമൊക്കെ നന്നായി കറുത്ത് പോയാൽ ആരും വിശപ്പിക്കൊന്നും വേണ്ട. ഇനിയിപ്പോൾ ഈ രീതിയിലൊക്കെ ഒന്ന് സ്നാക്കൊക്കെ തയ്യാറാക്കി നോക്കാം. അപ്പോൾ 2 പഴമാണ് ഞാൻ അതിനായിട്ട് എടുത്തിട്ടുള്ളത്. ഈ പഴം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം, ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇപ്പോൾ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തു. ഇനി ഈ പഴം നമുക്ക് അരിഞ്ഞതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാറ്റർ തയ്യാറാക്കാം. അതിനൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തേക്കാണ്. ഇനി കളറിന് ആവശ്യമായിട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ മഞ്ഞൾപ്പൊടിയും മൈദയും ഉപ്പും എല്ലാം കൂടിയിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം. അല്പം വെള്ളം ഒഴിച്ചിട്ട് ആവശ്യത്തിന് മാത്രം വെള്ളം നോക്കിയിട്ട് വേണം ഒഴിക്കാനായിട്ട്. എന്നിട്ട് നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കണം ഈ ബാറ്റർ. മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ മഞ്ഞ കളറോ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ആഡ് ചെയ്തേക്കുന്നത്. ഇനി അതൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ ഇനി നമുക്കൊരു പാന് വെച്ചിട്ട് നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചിട്ടുള്ള പഴമുണ്ടല്ലോ അതൊക്കെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു പാന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യ് ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുത്തേക്കാണ്. ഈ അണ്ടിപ്പരിപ്പ് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. അണ്ടിപ്പരിപ്പൊക്കെ ആഡ് ചെയ്യുന്നത് അതിൻ്റെ ക്വാണ്ടിറ്റിയൊക്കെ കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പാണ് ഇട്ടിട്ടുള്ളത്. അണ്ടിപ്പരിപ്പ് മൂത്തതിന് ശേഷം ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള നേന്ത്രപ്പഴം അതിട്ട് കൊടുക്കുകയാണ്. നല്ല പഴുത്ത പഴമാണിത്. നന്നായി കുത്തി ഇളക്കിയിട്ട് നന്നായി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. നന്നായി ഒന്ന് ഉടഞ്ഞ് കിട്ടും. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു വലിയ ടേബിൾ സ്പൂണ് 3 ടേബിൾ സ്പൂണാണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഷുഗറിൻ്റെ അളവ് കുറയ്ക്കുകയൊക്കെ ചെയ്യാം. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത് 1/2 കപ്പ് ചിരകി വെച്ചിട്ടുള്ള തേങ്ങയാണ്. അതുകൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. എല്ലാം കൂടിയിട്ട് നന്നായി ഒന്ന് യോജിച്ച് വരണം. ഇനി ഇതിലേക്കൊരു ഫ്ലേവറിന് ഒരു 3 ഏലക്കായ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതുകൂടി ഇട്ടിട്ട് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇപ്പം നന്നായി കുഴഞ്ഞൊരു പരുവായിട്ടുണ്ട്. ഇതൊന്ന് ടൈറ്റായി കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. എങ്കിലും നമുക്കത് ശരിക്കൊരു ബോളാക്കിയിട്ട് ഒന്ന് എടുക്കാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ കയ്യിലൊക്കെ ആകെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് ഇത് ബോൾസ് ആക്കിയിട്ട് എടുക്കുക. ഇനി പണിയൊന്നുമില്ല. ഇത് ബോൾസാക്കി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിൽ മുക്കിയിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇതാണ് അണ്ടിപ്പരിപ്പൊക്കെ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കൂടുതലായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പം ഈ ഇഫ്താറിന് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പഴം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം.